പണ്ട് നെയ്യാറ്റിൻകര സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു മോഷ്ടാവ് ഉണ്ടായിരുന്നു. ഞാൻ BA ഒക്കെ പഠിക്കുന്ന സമയത്താണ്. EK നായനാർ മുഖ്യമന്ത്രിയും TK രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി എന്ന കാലത്ത് നിരന്തരമായിട്ട് ക്ഷേത്രമോഷണം നടന്നിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട മോഷ്ടാവാണ് ഈ സ്റ്റീഫൻ. അദ്ദേഹമാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഊടളക്കി അവിടെ കിടന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് ശ്രീകോവിൽ കുത്തിപ്പൊളിച്ച് അവിടെ നിന്നൊരു സ്വർണ്ണ വിഗ്രഹം മോഷ്ടിച്ചത്. പുള്ളി ഏറ്റുമാനൂരപ്പൻ്റെ 7.5 പൊന്നാനെ മോഷ്ടിക്കാനാണ് ചെയ്യുന്നത്. 7.5 പൊന്നാനെ എവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല, പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം തന്നെ ഏറ്റുമാനൂരപ്പനെ ചോദിച്ചു, ഏറ്റുമാനൂരപ്പം 7.5 പൊന്നാനെ എവിടെ ഇരിക്കുന്നു ചോദിച്ചു. ഏറ്റുമാനൂരപ്പം മറുപടി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ സ്വർണ്ണം കൊണ്ട് കണ്ട ഒരു വിഗ്രഹം പുള്ളി ഇളക്കി പറിച്ച് ആ ഒരു കടലാസിൽ പൊഞ്ഞു കൊണ്ടുപോയി ചെയ്തത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. കോടതിയിൽ വന്നപ്പോൾ ഈ സ്റ്റീഫൻ കുറ്റം സംഭവിച്ചു. അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് 7 കൊല്ലത്തിന് ശിക്ഷിച്ചു എന്നാണ് പറഞ്ഞു. 7 കൊല്ലത്തെ തടവ് കഴിഞ്ഞ് വന്ന സ്റ്റീഫൻ മാനസാന്തരപ്പെട്ടു. അതിപ്പോൾ കണ്ണൂർ ജില്ലയിൽ എവിടെയോ ഉണ്ട്. മാനമര്യാദയായിട്ട് സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുക. ഞാൻ പറഞ്ഞത് ഈ സ്റ്റീഫൻ എത്ര മാന്യനായിരുന്നു. നമ്മളിപ്പോൾ അദ്ദേഹത്തെ കാണാൻ 2 കൈ കൂപ്പി തോന്നും. കാരണം ഈ ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് മെമ്പർമാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഫ്രോഡുകളും മുരാരി ബാബുവിനെ പോലുള്ള സ്കൗണ്ടർസും എല്ലാം കൂടി ചേർന്ന് അവിടെ നടത്തുന്ന കൊള്ള വെച്ച് നോക്കുമ്പോൾ പാവ സ്റ്റീഫൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ആകെ ചെയ്തത് എന്താണ്? ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഓടലക്കി അവിടെ നിന്ന് ഒരു സ്വർണ്ണ വിഗ്രഹം എടുത്തുള്ളൂ. എത്രയല്ലേ ചെയ്തുള്ളൂ? അപ്പോൾ അദ്ദേഹത്തെയൊക്കെ നമ്മൾ വല്ല വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കണം, മാർപ്പാപ്പയുടെ അടുത്ത ഭാരവിന്. ഇത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിടിക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. അയ്യപ്പസ്വാമി നേരിട്ട് ഇറങ്ങിയാൽ പോലും ഈ കള്ളന്മാരെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്ര വലിയൊരു ഓർഗനൈസ്ഡ് ലൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.